മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇപ്പോൾ പാറശാല സ്വദേശി രംഗത്ത് വരികയാണ്. എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത്? എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം? ഒരാഴ്ചയാവും. ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരാഴ്ചക്കകത്തായി എൻ്റെ അമ്മ അവിടെ അഡ്മിറ്റ് ആയിട്ട്. കാലിലൊരു ബ്ലീഡിങ് വന്നതാണ്. ചെറിയൊരു പഴുത്തിട്ട് വന്നിട്ട് അത് അങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് ആയി പാറശാലയിൽ 1 മാസത്തോളം കിടന്നിട്ട് ഒരു കുറവില്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്. ഇവിടെ വന്ന് ഇച്ചിരി ബെറ്ററായി, നന്നായിട്ട് ആൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. സർജറി ഡോക്ടർക്ക് എഴുതിയിട്ട് പുള്ളിക്കാരനെ 4 ദിവസം കൊണ്ട് വിളിച്ചിട്ടും വന്നിട്ടില്ല. അങ്ങനെ വൈകുന്നേരം പിന്നെ അവർ വന്ന് പറഞ്ഞു, അമ്മ ഇന്ന് ഡിസ്ചാർജ് ആകും, നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾ ഡെയിലി ഡ്രസ്സ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവർ ഡിസ്ചാർജ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോന്നു. വൈകുന്നേരം ഇവർ ഡിസ്ചാർജ് എഴുതിയിട്ട് അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് അച്ഛൻ്റെ കയ്യിൽ എഴുതി കൊടുത്തു. ആദ്യം ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് പിന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. പിന്നെ അവിടെ കൊണ്ട് അഡ്മിറ്റ് എഴുതി കൊടുത്തത്. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴേക്കും ഒരു 9:30 മണി കഴിയും. അവർക്ക് പെട്ടെന്ന് ഷുഗർ ഡൗണായി. പിന്നെ അടുത്ത ബെഡിലുണ്ടായിരുന്ന ഒരാൾ മിഠായിയും വെള്ളമൊക്കെ കൊടുത്ത് ഒരുവിധം നോർമലായപ്പം പറഞ്ഞ് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. ടോയ്ലറ്റിൽ പോയപ്പോഴേക്കും വന്ന് കുഴഞ്ഞു വീണു. ഒരുപാട് ടെസ്റ്റ് ചെയ്തിരുന്നു. എല്ലാം കാശ് കൊടുത്തിട്ട് തന്നെ 800-900 ഒക്കെ കൊടുത്തിട്ടാണ് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാത്തിലും അവർ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഈ മരണകാരണം പെട്ടെന്ന് ഈ ഷുഗർ ഡൗണായി വന്നതെന്നാണ് ഇവർ പറയുന്ന റിപ്പോർട്ട്. തിരിച്ച് പാറശാലയെ കൊണ്ടുവരാൻ പറയുമ്പോൾ അവിടെ നിന്നാണ് വന്നത്, ഞങ്ങൾക്ക് എന്തിനാ പോകേണ്ടെന്ന് ചോദ്യം ചോദിച്ചില്ലേ? അവർ അവിടെ നിന്ന് എന്നെ പറഞ്ഞയച്ചിരുന്നു, നിങ്ങൾ അവിടെ പോയിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ അവരിങ്ങോട്ട് തന്നെ തിരിച്ച് എഴുതി അയക്കുമെന്ന് അവർ ഓൾറെഡി അവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിട്ടു. പിന്നെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായ എന്താ? ഞങ്ങളത് വിശ്വസിച്ച്, ഡോക്ടറല്ലേ നമുക്ക് നമ്മുടെ അമ്മയെ കൊണ്ടുപോയി നമ്മുടെ അടുത്ത് കൊണ്ടുവച്ച് നോക്കാമെന്നാണ്. ഇവിടെ കിടന്ന് വെറുതെ തറയിലാണ് കിടത്തിയിരുന്നത്. 5 ദിവസം തറയിലായിരുന്നു. ബെഡ് ചോദിച്ചപ്പോഴും പറഞ്ഞു ഒരു ബെഡിൽ 2 പേരെ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്താൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞു അതിന് പറ്റില്ല, കാരണം ഇത്രയും നീങ്ങാനും അങ്ങോട്ടും ഇത് ചെയ്യാൻ പറ്റാത്ത ഇതിൽ എങ്ങനെ ആൾ കിടക്കും എന്നുള്ള ഇതിലാണ് തറയിൽ കിടത്തിയത്. തറയിൽ കിടത്തിയപ്പോഴേക്കും അമ്മയ്ക്ക് എണീക്കാനോ ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ രോഗികൾക്കൊന്നും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അവിടെ വന്ന് 4-ാം വാർഡിൽ നിങ്ങൾ ആരെങ്കിലും ചെന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ടോയ്ലറ്റിൻ്റെ അടുത്ത് വരെ ആൾക്കാരെ കിടക്കും. കുറേ ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയാണ് ഇതിനൊക്കെ മെയിൻ കാരണം. അത് എനിക്ക് എൻ്റെ അമ്മയുടെ ഇത് നാളെ മറ്റൊരു അമ്മയ്ക്കോ മറ്റൊരു കുടുംബത്തിനോ ഇത് ഉണ്ടാവാൻ പാടില്ല. ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് മകൻ നവാസ് പറയുന്നത്. ബിജു വിഎസിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ചേരുന്നു വിവരങ്ങളുമായി നമുക്കൊപ്പം. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ ഓരോരുത്തരുടെയും ഭാഗത്ത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാവുന്നത്. ഇവിടെ ഒരു മകൻ അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് അനാസ്ഥ കാരണമാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ മകൻ. അവിടെ അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് എന്നും പറയുന്നു. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ ഇതാണോ അവസ്ഥ ഉണ്ടാവേണ്ടത്, അല്ലേ? അതുതന്നെയാണ് ചോദ്യം. ഇവർ ഈ പറയുന്നത് പോലെ പാറശാല ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ ഈ കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സയ്ക്കായാണ് അമ്മയുമായി എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത പോലെ തന്നെ അമ്മയുടെ കാലിലൊരു മുറിവുണ്ടാകുന്നു. നടന്നുകൊണ്ട് തന്നെയാണ് അമ്മയും വരുന്നത്. വന്നതിന് ശേഷം ആ വാർഡിലെ ദൃശ്യങ്ങൾ നമ്മുടെ പക്കലുണ്ട്. 4-ാം വാർഡിലാണ് അമ്മ എത്തുന്നത്. വാർഡിലെത്തിയ ശേഷം ഇത്തരത്തിൽ നിലത്ത് കിടക്കേണ്ടി വരും. നിലത്ത് കിടത്തിയാണ് ചികിത്സ നൽകിയത്. 22-ാം തീയതിയാണ് ജമീല എന്ന് പറയുന്ന 61 വയസ്സുള്ള അമ്മ, പാറശാല സ്വദേശിയാണ്, കുടുംബവുമായി ഇവിടെ എത്തുന്നത് ചികിത്സയ്ക്കായി. അങ്ങനെ വാർഡിലേക്ക് എത്തുന്നു. വാർഡിലെത്തുമ്പോൾ തന്നെ ആദ്യം ആ രോഗിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന നിലത്ത് കിടന്ന് ചികിത്സ ചെയ്യേണ്ടി വരുന്നു. അത്രമാത്രം വലിയ തിരക്കുണ്ട്. ഒരു കട്ടിൽ 2 പേർ വീതം കിടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. പിന്നീടാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരുമ്പോൾ ഈ മുറിവ് ഡ്രസ്സ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു കാര്യവും പറയുന്നില്ല. അവർക്ക് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ദിവസങ്ങൾ കഴിഞ്ഞ് 22-ാം തീയതി കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് വന്നോ ആ ആശുപത്രിയിലേക്ക് മടങ്ങിപ്പൊക്കോളൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നു. ഭേദമായി കാണും, പിന്നെ ആ പാറശാല ആശുപത്രിയിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ പിന്നീടാണ് അത് അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എഴുതി നൽകിയത്. അങ്ങനെ പാറശാല ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ മരണം സംഭവിക്കുന്നത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ ടെസ്റ്റ് റിസൾട്ടുകളിൽ ഷുഗർ ആയിക്കോട്ടെ, സോഡിയത്തിൻ്റെ അളവായിക്കോട്ടെ, അതിലൊക്കെ പിന്നീട് അപാകതയുണ്ട് എന്ന് കുടുംബം ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട്, ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് ഉടൻ തന്നെ ലഭിക്കും. എന്തായാലും നിലവിലിപ്പോൾ നമുക്ക് ആ OP ടിക്കറ്റ് കാണാം. 22-ാം തീയതി ആശുപത്രിയിൽ എത്തുമ്പോൾ അവർ മടങ്ങിപ്പോകാൻ പറയുന്ന ഏത് ഘട്ടത്തിലാണ്, ഏത് സാഹചര്യത്തിലാണെന്നുള്ള ചോദ്യമാണുള്ളത്. കാരണം രോഗം ഭേദമാകാതെ എന്തുകൊണ്ട് തിരിച്ച് പാറശാല ആശുപത്രിയിലേക്ക്, അതായത് മെഡിക്കൽ കോളേജിൽ നിന്നും
താരതമ്യേന സൗകര്യം കുറവുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകാൻ പറയുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ള ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് വന്ന സ്ഥിതി മറ്റാർക്കും വരരുത് എന്നുള്ള കാര്യമാണ് മാത്രമല്ല ഈ ആവർത്തിച്ച് മെഡിക്കൽ പറയുന്നത്. കോളേജിൽ അത്രയും സാഹചര്യങ്ങൾ വളരെ പരിതാപകരമായിരുന്നു എന്നുകൂടി ഈ മകൻ പറയുകയാണല്ലോ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതായത് രണ്ടുപേരുള്ള കട്ടിലേക്ക് കയറി കിടന്നോളൂ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കാലിൽ വ്രണമാണ്, അതിൽ പഴുപ്പുണ്ട്, മറ്റു രോഗികൾക്ക് അസൗകര്യമാകും, പിന്നെ തിരിഞ്ഞു കിടക്കാനും ഒക്കെ എല്ലാം പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു എന്ന് പറയുന്നത്, അതായത് കട്ടിലിൽ കയറി കിടന്നോളൂ, പക്ഷേ മറിഞ്ഞു വീഴാതെ നിങ്ങൾ തന്നെ നോക്കണം, എല്ലാ സമയവും കൂടെ ഒരാൾ വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പലരും താഴെ കിടക്കാൻ നിർബന്ധിതരാകുന്നത് എന്ന് മകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ നാലാം വാർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. നാലാം വാർഡിലുള്ള അതേ രോഗിയുടെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ കൊടുക്കുകയും ചെയ്തത്. എന്തായാലും അത്തരത്തിൽ ആ വാർഡിലേക്ക് പോകുമ്പോൾ ചികിത്സിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, രോഗികൾ എത്തിക്കഴിഞ്ഞാൽ ചികിത്സ പൂർത്തിയാകാതെ എന്തുകൊണ്ട് മടങ്ങിപ്പോകാൻ പറയുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. അങ്ങനെ മടങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ ഭാഗമായാണ് താരതമ്യേന സൗകര്യം കുറവുള്ള പാറശാല ആശുപത്രിയിലേക്ക് പോവുകയും സ്ഥലപരിമിതിയും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമായിരിക്കുമോ ഇത്തരത്തിൽ രോഗം ഭേദമാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുന്നതിനൊരു കാരണം? അങ്ങനെയെങ്കിൽ ഇത് എത്ര കാലമായി തുടരുന്നു എന്നതും അതിൽ എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്നതും അന്വേഷിക്കേണ്ടതല്ലേ ആരോഗ്യവകുപ്പ്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നു. ആ കൂടുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ മന്ത്രി പറഞ്ഞതും ആ ഒരു കണക്കിൻ്റെ വ്യത്യാസമാണ്. ഈ തവണ, അതായത് ഈ വർഷം എത്രയധികം രോഗികൾ വന്നു എന്ന കണക്ക് പറയുമ്പോൾ ഈ കണക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. കാരണം അവർക്ക് സൗജന്യമായി മരുന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. നല്ല ചികിത്സ കുറഞ്ഞ ചെലവിൽ അവർക്ക് നേടാൻ കഴിയും. ആ പൂർണ്ണ ആരോഗ്യവതികളായി തിരിഞ്ഞ് മടങ്ങിപ്പോകാമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാം ഈ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ എത്രമാത്രം രോഗികളാണ് ഈ കടന്നു പോകുന്നതെന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇതിനു വേണ്ടി മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് വരുന്നത്. കണക്കുകൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഇത്രയും സൗകര്യങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നതാണോ, അതോ ഇങ്ങനെ രോഗികളുടെ ഒരു എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് എത്തുന്ന രോഗികൾക്ക് മാനസികമായും ശാരീരികമായും അവർക്ക് ഏറെ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ രോഗികളായി വരുന്നവർക്ക് മാനസികമായും ശാരീരികമായും സുഖം നൽകുക എന്നതാണ് ആശുപത്രികൾ ചെയ്യാനാവുന്നത്, പ്രത്യേകിച്ചും സർക്കാർ സംവിധാനത്തിന് ചെയ്യാനാവുന്നത്.